ഓക്കെ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സപ്ലൈ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സപ്ലൈക്കകത്ത് നമ്മൾ സെക്ഷൻ 7 സബ് സെക്ഷൻ 1 സബ് ക്ലോസ് എ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 2-3 കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം, അതുപോലെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ബിസിനസ് പർപ്പസിനാവണം. ഇങ്ങനെ 3 കണ്ടീഷൻസ് ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്കതിനെ സിമ്പിളായിട്ട് സപ്ലൈ എന്ന് വിളിക്കാം, അല്ലെ? അങ്ങനെ 3 കണ്ടീഷൻസ് ആയിരുന്നു അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അതിൽ നമ്മൾ ഗുഡ്സ് എന്താണ്, സർവീസ് എന്താണ് എന്നുള്ളത് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ കൺസിഡറേഷൻ പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വൈൻഡപ്പ് ചെയ്തത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കൺസിഡറേഷൻ എന്താണ് എന്നുള്ളത് നോക്കിയേക്കാം. കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊരു സെയിൽ നടത്തി, അതിനെനിക്ക് പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും കിട്ടണം, അല്ലെ? തിരിച്ചൊരു വാല്യൂ കിട്ടണം. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് കൺസിഡറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ കാണാം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡിഫൈൻ ചെയ്യുന്നത് CGST ആക്ടിനകത്ത് സെക്ഷൻ 2 സബ് സെക്ഷൻ 31 കൺസിഡറേഷനെ പറ്റി പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡറേഷൻ ആണ്, എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡറേഷൻ അല്ല. ഇങ്ങനെ പലതും അതിനകത്ത് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, കൺസിഡറേഷൻ ഇവിടെ നോക്കൂ. ഇവിടെ കൺസിഡറേഷനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അത് കൺസിഡറേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ടോ? മണി ഓർ അതർവൈസ്. നമ്മൾ കൊടുക്കുന്ന മണി ഇല്ലേ, ഇപ്പൊ ആ സെയിൽ നടക്കുമ്പോൾ ഞാനിപ്പോ ഒരു മൊബൈൽ ഫോൺ എൻ്റെ ഒരു കസ്റ്റമർക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് കളക്ട് ചെയ്യും? ക്യാഷ് കളക്ട് ചെയ്യും, മണി കളക്ട് ചെയ്യും, അല്ലേ? ഈ മണി പറയുന്ന സാധനം എന്താണ്? അത് ഒരു കൺസിഡറേഷൻ ആണ്. അപ്പോ ഈ മണി എന്ന് പറയുമ്പോൾ അത് ക്യാഷ് മാത്രമാണോ? ക്യാഷിന് മാത്രമാണോ നമ്മൾ മണി എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ക്യാഷ് മാത്രമല്ല മണി എന്ന് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഈ റൂളിനകത്ത് മണി എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, മണിനെ പറ്റി പറയുന്നത് സെക്ഷൻ 2 സബ് സെക്ഷൻ 75 എന്തൊക്കെയാണ്? ക്യാഷ് മാത്രമാണോ? അല്ല. മീൻസ് ദ ഇന്ത്യൻ ലീഗൽ ടെൻഡർ. ഇന്ത്യൻ ലീഗൽ ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കറൻസി ഇല്ലേ, അതിനാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ ലീഗൽ ടെൻഡർ. അതെന്താണ്? അതൊരു മണിയാണ്. ദെൻ പിന്നീട് എന്താ പറയുന്നത്? ഒരു മിനിറ്റ്. ഇന്ത്യൻ ലീഗൽ ടെൻഡർ, അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസി. അതുപോലെ ഓർ എനി അതർ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസി എന്താണ്? അതൊരു മണിയാണ്. ചെക്ക്, പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? മണിയാണ്. അല്ലാതെ നമ്മുടെ ക്യാഷ് മാത്രമല്ല, നമ്മൾ ഈ കൊടുക്കുന്ന ക്യാഷ് മാത്രമല്ല എന്ത് മണി എന്ന് പറയുന്നത്. ഈ പറയുന്നതൊക്കെ അതിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? പക്ഷേ ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല, എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് എന്തല്ല, മണി എന്ന ഇതിൽ പഠിക്കില്ല. അതെന്താണ്? ഷാൾ നോട്ട് ഇൻക്ലൂഡ് എനി കറൻസി ദാറ്റ് ഈസ് ഹെൽഡ് ഫോർ ദി ഡൊമസ്റ്റിക് വാല്യൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൊമസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഴയ നാണയങ്ങൾ ഉണ്ടാവില്ലേ, പൈസ, 25 പൈസ, 10 പൈസ എന്നൊക്കെ പറയുന്നത്, നമ്മളിപ്പോ യൂസ് ചെയ്യാത്ത, കറന്റ്ലി നമ്മളിപ്പോ യൂസ് ചെയ്യാത്ത പൈസകളില്ലേ, പഴയ നാണയങ്ങൾ, അത് എന്തല്ല ഈ മണി എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് വരത്തില്ല. അപ്പോ അത് കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായി ട്രീറ്റ് ചെയ്യില്ല? കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന എന്തെങ്കിലും ആയിരിക്കണം, ഒന്നല്ലെങ്കിൽ മണി ആയിരിക്കണം. ഈ മണി എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ ചെക്ക്, പ്രൊമിസറി നോട്ട്, നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ, അതൊക്കെ എന്താണ്? മണി എന്ന് പറയുന്ന ഡെഫിനേഷനകത്ത് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് വന്നത് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഒന്നുകിൽ മണി ആയിരിക്കണം. അപ്പൊ മണി എന്താന്നുള്ളത് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഓർ അതർവൈസ്. എന്താ അതർവൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അത് ഇൻ കൈൻഡ് ആവാം. ഓക്കെ, നമ്മൾ ക്യാഷ് കൊടുക്കണമെന്ന് മാത്രമുണ്ടോ? മണി ആവണമെന്നുണ്ടോ? ഇല്ല, കൈൻഡ് ആയിട്ട് എന്തെങ്കിലും തന്നാൽ മതി. ഇപ്പൊ ഞാനൊരു സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കസ്റ്റമർ എനിക്ക് ക്യാഷിന് പകരം എന്തിട്ടു? ഒരു കൈൻഡ് ആയിട്ട് എന്തെങ്കിലും തരും. അതിന് വാല്യൂ വരുന്ന എന്തെങ്കിലും വേറെ മറ്റുള്ള കൺസിഡറേഷൻ തരും.
അങ്ങനെ ആവാം, അതാണ് അതർവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? മണി ഓർ അതർവൈസ്. പിന്നെ ഇവിടെ കണ്ടു ആക്ട് ഓർ ഫോർബിയറൻസ്. എന്താണ് ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഫോൺ വിറ്റു. എന്നിട്ട് ഞാൻ ആളോട് പറയണേ, എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയണേ, എനിക്ക് നീ ക്യാഷ് ആയിട്ട് പകരം ഒന്നും തരണ്ട, പകരം നീ എന്ത് ചെയ്താൽ മതി, എൻ്റെ ഈ ഒരു ഓഫീസ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ മതി, അല്ലെങ്കിൽ ഈ ഓഫീസിൽ എന്തെങ്കിലും ഒരു വർക്ക് ഞാൻ അയാളെ ഏൽപ്പിക്കാണ്, ഈ ഒരു മൊബൈലിന് വാല്യൂ ആയിട്ട് പകരം എനിക്ക് ഈ വർക്ക് ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരണം. അതിനാണ് എന്ത് പറയുന്നത്, ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഐറ്റം അത് നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ച് ചെയ്തു തരിക. മനസ്സിലായോ? അതുപോലെ ഫോർബിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, ഈ പെരിന്തൽമണ്ണയിൽ എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഞാൻ എന്താണ്, എൻ്റെ ടൗണിൽ ഒരു മൊബൈൽ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരാൾ വന്ന് ഒരു മൊബൈൽ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഞാൻ ആളോട് പറയണേ, നിങ്ങൾ ഇവിടെ മൊബൈൽ ഷോപ്പ് ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം കുറയും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ മൊബൈൽ ഫോണ് ഷോപ്പ് തുടങ്ങരുത്, നിങ്ങൾ എന്ത് ചെയ്തോളൂ, വേറെ എങ്ങോട്ടേലും മാറ്റിക്കോളൂ. അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു 10 മൊബൈൽ ഫോൺ ഞാൻ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തരാം. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫോർബിയറൻസ് ആണ്, അതൊരു കൺസിഡറേഷൻ ആണ്. മനസ്സിലായോ എന്താ പറഞ്ഞേ? ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാൾക്കൊരു കൺസിഡറേഷൻ കൊടുത്തു. ക്ലിയർ അല്ലേ? ആ ഒരു ഷോപ്പ് അവിടെ തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആൾക്ക് 10 മൊബൈൽ ഫോൺ കൊടുത്തു. അതെന്താണ്, ഒരു കൺസിഡറേഷൻ ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫോർബിയറൻസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാഷ്, മണി മാത്രമാണോ? അല്ല, മണി ഓർ അതർവൈസ്. പിന്നീട് എന്താ വരുന്നത്? ആക്ട് ഓർ ഫോർബിയറൻസ്. നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കണമെന്നില്ല, ഈ ഒരു പോയിന്റ് കാര്യങ്ങൾ ഓർമ്മ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. മനസ്സിലായോ? മണി, അതർവൈസ്, അതുപോലെ ആക്ട്, ഫോർബിയറൻസ് ഒക്കെ എന്താണ്, കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, കൺസിഡറേഷൻ അല്ലാത്ത ഒരു സംഭവം പറയുന്നുണ്ട്. ഇതിലൊരു എക്സ്ക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്? ഡെപ്പോസിറ്റ് ഗിവൺ ഇൻ റെസ്പെക്ട് ഓഫ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൾ നോട്ട് കൺസിഡർഡ് ആസ് പേയ്മെന്റ്. അത് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തല്ല, അത് കൺസിഡറേഷൻ അല്ല. എന്ത് ഡെപ്പോസിറ്റ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു റൂം റെന്റിന് എടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു ഓഫീസ് റെന്റിന് എടുക്കുന്ന സമയത്ത് ഇതിനെല്ലാ മാസവും എന്ത് ചെയ്യേണ്ടി വരും, റെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, റെന്റ് അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ റൂം റെന്റിന് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റില് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? റെന്റ് എടുക്കുന്ന സമയത്ത് വാടകക്ക് പുറമെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡെപ്പോസിറ്റ് അതിന് പുറമെ നമ്മൾ ഓണർക്ക് കൊടുക്കും, ബിൽഡിങ്ങിന്റെ ഓണർക്ക് കൊടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, ഡെപ്പോസിറ്റ്. ഇവിടെ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് പറയുന്നത്, ആ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് എന്തല്ല, അത് കൺസിഡറേഷൻ അല്ല. കാരണം അത് എന്ത് ചെയ്യും, ഈ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ തിരിച്ചു തരും. ഓക്കെ, നമ്മൾ ഈ റൂം റെന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, എനിക്ക് തന്നെ ആ ഓണർ തിരിച്ചു തരും. അപ്പൊ അതെന്തല്ല, കൺസിഡറേഷൻ അല്ല. പക്ഷെ ഇത് ഒരു സമയത്ത് കൺസിഡറേഷൻ ആയി മാറും, അൺലെസ് ദി സപ്ലയർ അപ്ലൈസ് സച്ച് എ ഡെപ്പോസിറ്റ് കൺസിഡറേഷൻ ഫോർ ദി സെറ്റ് സം. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്ത് ഞാൻ ഈ ഓഫീസ് യൂസ് ചെയ്ത് തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, ജനുവരി മാസത്തിന്റെ റെന്റ് കൊടുത്തു, ഫെബ്രുവരി മാസത്തിന്റെ റെന്റ് കൊടുത്തു, മാർച്ച് മാസത്തിന്റെ റെന്റ് കൊടുത്തു. ഏപ്രിൽ മാസമായപ്പോ ഞാൻ എന്ത് ചെയ്തില്ല, റെന്റ് കൊടുത്തില്ല. എന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് റെന്റ് ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസമാകുന്ന സമയത്ത് ഞാൻ ബിൽഡിങ്ങിന്റെ ഓണറോട് പറഞ്ഞു, ഓണറെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാന് ഡെപ്പോസിറ്റ് ചെയ്ത സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ആ ഡെപ്പോസിറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ ഏപ്രിൽ മാസത്തിനുള്ള റെന്റ് നിങ്ങൾ അതിൽ നിന്ന് എടുത്തോളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഓണറിനോട് ഏപ്രിൽ മാസത്തിലോട്ടുള്ള റെന്റ് ആ ഡെപ്പോസിറ്റിൽ നിന്നും എടുക്കാൻ പറയണം. അങ്ങനെ എടുക്കാൻ പറയുന്ന സമയത്ത് ആ ഏപ്രിൽ മാസത്തിലോട്ട് എടുക്കുന്ന റെന്റ് എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ട് എന്താവും, കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപയാണ് കൊടുത്തത് എന്ന് വിചാരിക്കും. അതിലെന്ത് ചെയ്തു, 1 ലക്ഷം രൂപ ഏപ്രിൽ മാസത്തിലോട്ട് റെന്റ് ആയിട്ട് അതിൽ നിന്ന് എടുത്തു.
ഈ 10 ലക്ഷം രൂപ എന്തല്ല, കൺസിഡറേഷൻ അല്ല. എന്നാൽ ഞാൻ ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ റെന്റ് കൊടുക്കാനായിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ എന്താണ്, നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ ആണോ? അതിനെന്ത് ചെയ്യേണ്ടി വരും, GST അത് സപ്ലൈ ആയിട്ട് മാറും, GST ഗവൺമെന്റിലോട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? പിന്നെ ഇവിടെ എത്ര ബാക്കി ഉണ്ടാവും, പിന്നെ ഇവിടെ 9 ലക്ഷമേ ബാക്കി വരുന്നുള്ളൂ. മനസ്സിലായോ? ഈ 9 ലക്ഷം എന്തല്ല, കൺസിഡറേഷൻ അല്ല, അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അത് അവസാനം എന്തേലും ഓണർ എനിക്ക് തന്നെ തിരിച്ചു തരും. ഇങ്ങനെ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അത് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും, അത് സപ്ലൈ ആവും. മനസ്സിലായോ? ഇതാണ് കൺസിഡറേഷനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ 4 കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയുന്നു. മണി ഓർ അതർവൈസ്, മണി എന്താണ്, കൺസിഡറേഷൻ ആണ്. കൈൻഡ് ആയിട്ട് എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ അതും കൺസിഡറേഷൻ ആണ്. ആക്ട് കൺസിഡറേഷൻ ആണ്. ഫോർബിയറൻസ് എന്താണ്, കൺസിഡറേഷൻ ആണ്. ഡെപ്പോസിറ്റ് ഇങ്ങനെ കൊടുക്കുന്നത് എന്തല്ല, അത് കൺസിഡറേഷൻ അല്ല. ചില സമയത്ത് അത് കൺസിഡറേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ കൺസിഡറേഷനകത്ത് പറയാനുള്ളത്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, കണ്ടോ, ഷാൾ നോട്ട് ഇൻക്ലൂഡ്, കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് അല്ലാത്തൊരു കാര്യം കൂടെ, ഷാൾ നോട്ട് ഇൻക്ലൂഡ് എനി സബ്സിഡി ഗിവൺ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്നും നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ മണി ഇങ്ങനെ കളക്ട് ചെയ്യും. അതിൽ കുറച്ച് എമൗണ്ട് നമുക്ക് തരുന്നത് ഗവൺമെന്റ് ആണ്. സബ്സിഡി ഒക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ സബ്സിഡി കിട്ടൂലേ? അങ്ങനെ ഗവൺമെന്റ് തരുന്ന സബ്സിഡി എന്തല്ല, അത് കൺസിഡറേഷൻ അല്ല. ഓക്കെ, ഗവൺമെന്റിന്റെ സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ അവർ തരുന്ന സബ്സിഡി എന്തല്ല, അത് കൺസിഡറേഷൻ അല്ല. ക്ലിയർ? മനസ്സിലായില്ലേ? ഇത് ഏതിനകത്ത് വരുന്നുണ്ട്, ഈ ഒരു സെന്റൻസിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെയും കാണാം. കണ്ടോ, സബ്സിഡി എന്തല്ല, കൺസിഡറേഷൻ അല്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ കാണുന്നുണ്ടോ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് തരുന്നത് വെദർ ബൈ ദി റെസിപ്പിയന്റ് ബൈ അനദർ പേഴ്സൺ. അപ്പൊ ഞാന് എൻ്റെ ഒരു ഫ്രണ്ട് അജ്മലിന് ഞാൻ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്. ഈ അജ്മൽ എന്ന കസ്റ്റമർ തന്നെ എനിക്ക് പേയ്മെന്റ് തരണമെന്നുണ്ടോ, കൺസിഡറേഷൻ ആയിട്ട് തരണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ അജ്മലിന്റെ ബിഹാഫിൽ, ഈ അജ്മലിന് പകരക്കാരനായിട്ട് മറ്റൊരാൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് ക്യാഷ് അല്ലെങ്കിൽ കൺസിഡറേഷൻ തന്നാൽ മതി. അങ്ങനെ ആയാലും എന്തില്ല, പ്രശ്നമില്ല, അതും കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? വെദർ ബൈ ദി റെസിപ്പിയന്റ് ബൈ അനദർ പേഴ്സൺ, ഈ റെസിപ്പിയന്റിന്റെ കീഴിൽ മറ്റാരെങ്കിലും തന്നാൽ മതി, കസ്റ്റമർ തന്നെ ക്യാഷ് തരണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസിഡറേഷൻ അകത്ത് പറയാനുള്ളത്. സിമ്പിൾ അല്ലേ? കൺസിഡറേഷൻ പറഞ്ഞത് ഓക്കെ അല്ലടാ? ഇത്രയേ ഉള്ളൂ കൺസിഡറേഷൻ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് വന്നേ, നമ്മൾ ആ ഒന്നാമത്തെ ഡെഫിനേഷൻ അകത്താണ് വന്നത്. എന്തൊക്കെ പറഞ്ഞു, ഗുഡ്സ് എന്താന്നുള്ളത് പറഞ്ഞു, സർവീസ് എന്താന്നുള്ളത് പറഞ്ഞു, പിന്നെ കൺസിഡറേഷൻ എന്താന്നുള്ളത് പറഞ്ഞു. ഇനി എന്താണ്, നമുക്കതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സപ്ലൈ നടത്തുന്നത്, എന്നാൽ മാത്രമേ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ബിസിനസ് പർപ്പസ് എന്ന് പറയുമ്പോൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? റെസിപ്പിയന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണോ, സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണോ? നമ്മളെപ്പോഴും സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ സെയിൽ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂ, അത് എനിക്ക് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഞാൻ ആ കച്ചവടം നടത്തുന്നത്, ആ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നാണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഈ ബിസിനസ് പർപ്പസിന് വേണ്ടി സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സെല്ലർ എന്ന് പറയുന്നത് ആരായിരിക്കും? സെല്ലർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളാണോ, കമ്പനിയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സെല്ലർ? ഈ പോയിന്റ് ഓഫ് വ്യൂ ആരുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുമ്പോൾ അത് ആരായിരിക്കും? നമുക്ക് നോക്കി നോക്കാം. ഇപ്പോ പേഴ്സൺ ആണ്. ഈ ഇതിനകത്ത് പറയുന്ന പേഴ്സൺസ് ആരൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുള്ളത് പറഞ്ഞു. ഇവിടെ കണ്ടോ, പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 284 പേഴ്സണിനെ പറ്റി പറയുന്നത്. ആരൊക്കെയാണ് പേഴ്സൺ? ഇവരൊക്കെ ആവാം. ബിസിനസ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നമുക്ക് ചിന്തിക്കാം. മനസ്സിലായോ? യെസ്.
ഈ പറയുന്ന ആള്, ഈ പേഴ്സൺ എന്ന് പറയുന്ന ആള്, ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? ആരൊക്കെ ആവാം? ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇവരൊക്കെ ആരാവാം? ഇവരൊക്കെയാണ് പേഴ്സൺസ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ആവും. മനസ്സിലായോ? ഈ പേഴ്സൺസിന്റെ ഈ പറയുന്ന ആളുകളൊക്കെ ആയിരിക്കണം ആര് എന്ന് പറയുന്നത്. പേഴ്സൺ എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇവരൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇവരൊക്കെയാണ് ആരൊക്കെ? സെല്ലറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ബിസിനസ് പർപ്പസിനാണ് എന്നുണ്ടെങ്കിൽ, അതെന്താണ്? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? ഇതിനകത്ത് പറയുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ലോക്കൽ അതോറിറ്റി പറയുന്നുണ്ട്, ട്രസ്റ്റി, ഒരു ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ഡെഫിനിഷൻ കംപ്ലീറ്റ് നോക്കി. ഓക്കെ, സപ്ലൈ ഇൻക്ലൂഡ്സ് ഓൾ ഫോം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കണം, സർവീസ് ആയിരിക്കണം, ഓർ ബോത്ത്, അല്ലെങ്കിൽ രണ്ടും ആവാം. സച്ച് ആസ് സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ. ഇത് നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ മാത്രമാണോ സപ്ലൈ എന്ന് പറയുന്നത്? അല്ല, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ചെയ്യുന്നതാവാം. ലൈസൻസ്, അതിന്റെ ലൈസൻസ് പറഞ്ഞാലടാ നമ്മൾ അതിന്റെ റൈറ്റ് വിട്ടുകൊടുക്കുക, ഒരാൾക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ് വിട്ടുകൊടുക്കുക. ഓക്കെ, പിന്നെ റെന്റൽ, ലീസ്, എന്താ പറയുക, ഡിസ്പോസൽ, എഴുതി തള്ളുക, റൈറ്റ് ഓഫ് ചെയ്യുക. മെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി മെയ്ഡ്, എന്താ പറയുന്നത്? നമ്മൾ സെയിൽ ചെയ്തു, മെയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു. ഇങ്ങനെ ചെയ്താലും എന്താണ്? അത് സപ്ലൈ ആണ്. ഫോർ എ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം ബൈ എ പേഴ്സൺ ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഈ പറയുന്ന പേഴ്സൺ, ഈ പേഴ്സന്റെ ബിസിനസ് പർപ്പസിനായിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഈ പേഴ്സൺ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞത്. പേഴ്സൺ എന്നുള്ളതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആണ്? പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കണം? അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എ എന്താന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? ഈ ഒരു ഡെഫിനിഷനകത്ത് നമുക്ക് ശരിക്കും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കാം എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആണോ ചോദിച്ചാൽ പഠിക്കുന്നവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റും കീവേഡ്സും ഒക്കെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? അത് മൈൻഡിലേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യുക? ആ കീവേഡ്സും പോയിന്റ്, ഈ ബോൾഡ് ചെയ്ത് കാണുന്ന കീവേഡ്സും പോയിന്റ് ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈ ഒരു സപ്ലൈയുടെ ഈ ഒരു മീനിങ്ങും നിങ്ങൾ പഠിച്ചു വെക്കുക. മനസ്സിലായോ? ബാക്കി പറയുന്ന മണി, കൺസിഡറേഷൻ, അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പ്രത്യേകം ഇൻക്ലൂഡ് ആണ്, എക്സ്ക്ലൂഡ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി വെക്കുക. വൺ വേർഡ്സും കാര്യങ്ങളൊക്കെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ഡെഫിനിഷൻ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഞാൻ സെക്ഷൻ 7 തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 7 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 7 1, 1A, 2, ഇങ്ങനെ 3 സബ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഈ സബ്സെക്ഷൻ 1നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 7-1 സബ് ക്ലോസ് എ, സബ് ക്ലോസ് എ, സബ് ക്ലോസ് ബി, സബ് ക്ലോസ് സി, ഇങ്ങനെ 4 സബ് ക്ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ സബ് ക്ലോസ് എ എന്നുള്ളതിനകത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള സബ് ക്ലോസ് ഒക്കെ എന്താണ്? ചെറുതാണ്, നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് കഴിയും. ഓക്കെ, എല്ലാവരും നോക്കുക. ഇതിനകത്ത് നമ്മൾ സബ് ക്ലോസ് എക്കകത്താണ് കുറച്ചധികം കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എ നോക്കി നോക്കാം. അല്ല, ഇതിനകത്തൊക്കെ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ഈ സബ്സെക്ഷൻ 1നകത്ത് എന്താ പറയുന്നത്? സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ്? അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? സപ്ലൈ ആണ്. മനസ്സിലായോ? സബ് ക്ലോസ് എന്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞേ? ഗുഡ്സോ സർവീസോ ആയിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ബിസിനസ് പർപ്പസിനായിരിക്കണം. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? സപ്ലൈ ആണ്. ഇനി നമ്മൾ സബ് ക്ലോസ് എ പറയാൻ പോവാണ്. ഓക്കെ, അതിനകത്ത് പറയുന്ന കാര്യം എന്താണ്? അതും സപ്ലൈ ആണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ സബ്സെക്ഷൻ 1നകത്ത് പറയുന്ന ഈ സബ് ക്ലോസും കാര്യങ്ങളൊക്കെ എന്താണ്? അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സപ്ലൈ ആണ്.
ഓക്കെ അല്ലേ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്ലസ് എക്കകത്ത് എന്താ പറയുന്നത്? ഇവിടെ വായിച്ചു നോക്കടോ. ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ ബൈ എ പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വൽ അല്ലാത്തൊരു പേഴ്സൺ ആണ്, ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓർ വൈസ് വേഴ്സ ഫോർ എ ക്യാഷ് ഓർ ഡെഫേർഡ് പേയ്മെന്റ് ഓർ അതർ വാല്യുബിൾ കൺസിഡറേഷൻ. ഇതിനകത്ത് എന്താ പറയുന്നത്? ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. അത് ആരൊക്കെ തമ്മിലാണ്? പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽ ആണ്, ഇൻഡിവിജ്വൽ അല്ലാത്ത ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ആർക്കാണ് കൊടുക്കുന്നത്? ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ കോൺസ്റ്റിറ്റ്യൂവന്റ്. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടില് ഈ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് നാട്ടിൽ ക്ലബ്ബ്, അതുപോലെ മറ്റ് ഇതുപോലെയുള്ള ഇൻഡിവിജ്വൽ അല്ലാത്ത, പേഴ്സൺ അല്ലാത്ത, ഇൻഡിവിജ്വൽ അല്ലാത്ത മറ്റു കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ക്ലബ്ബ് പോലത്തെ. അവര് അവരുടെ ക്ലബിലുള്ള മെമ്പേഴ്സിന് എന്തെങ്കിലും ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനെന്ത് കിട്ടിയിരിക്കണം? തിരിച്ചൊരു അതർ വാല്യുബിൾ കൺസിഡറേഷൻ തിരിച്ചു കിട്ടിയിരിക്കണം. മനസ്സിലാണോ? ഇപ്പൊ ഞാൻ എൻ്റെ നാട്ടിലൊരു ക്ലബ്ബ് ഉണ്ട്, ആ ക്ലബിലൊരു മെമ്പറാണ് ഞാൻ. അപ്പോ എൻ്റെ ക്ലബ്ബ് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു കൺസിഡറേഷൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതെന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും? ഒരു സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. സെക്ഷൻ 7 സബ്സെക്ഷൻ 1A-കകത്ത് എന്താണ് പറയുന്നത്? ഇതാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ അല്ലാത്ത ഏതെങ്കിലും പേഴ്സൺസ് അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ വൈസ് വേഴ്സ എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. തിരിച്ച് മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്? ക്ലബിന് തിരിച്ചു കൊടുക്കാണ്. മനസ്സിലായോ? ക്ലബിലുള്ള മെമ്പേഴ്സ് ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും എന്താണ്? നമ്മൾ സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും വേറൊരു സംശയം കൂടെ വരാം. ക്ലബിലുള്ള ആൾക്കാർ തന്നെയല്ലേ അതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്? അങ്ങനെയല്ല, ക്ലബിലും ഈ ഒരു റൂളിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ക്ലബും മെമ്പേഴ്സും എന്തായിരിക്കണം? സെപ്പറേറ്റ് പേഴ്സൺസ് ആയിരിക്കണം. മനസ്സിലായോ? ക്ലബ് പ്രത്യേകമായിരിക്കണം, അതുപോലെ അതിലുള്ള പേഴ്സൺസും പ്രത്യേകം ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായോ എന്താ പറഞ്ഞെന്നുള്ളത്? മനസ്സിലായോ? ഇൻഡിവിജ്വൽ അല്ലാത്തൊരു പേഴ്സൺസ് അതിലുള്ള മെമ്പേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ ക്ലബിന്റെ കാര്യം എല്ലാവരും മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അതാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ കണ്ടോടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദി പേഴ്സൺ ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ഷാൾ ബി ഡീംഡ് ടു ബി സെപ്പറേറ്റ് പേഴ്സൺ. ക്ലബും മെമ്പേഴ്സും അതിലുള്ള മെമ്പേഴ്സ് എന്തായിരിക്കണം? സെപ്പറേറ്റ് പേഴ്സൺസ് ആയിരിക്കും. അതാണ് ഇതിനകത്ത് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ക്ലബ്ബ് തന്നെയാണ് അവിടുത്തെ മെമ്പേഴ്സ് എന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനൊക്കെ കൂടിയിട്ട് ഒരു ക്ലബ്ബ് അവിടെ ഉണ്ടാക്കി, അത് ക്ലബും മെമ്പേഴ്സും അങ്ങനെ സെപ്പറേറ്റ് ഒന്നല്ല. അത് ഒരുമിച്ചാണ് എന്നുണ്ടെങ്കിൽ അതങ്ങനെ സപ്ലൈ ആവും? ഇല്ല. അതാ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ അവിടെ രൂപീകരിച്ചൊരു ക്ലബ്ബ് ഉണ്ടാക്കി, അതിന് പ്രത്യേകം അവിടുത്തെ മെമ്പേഴ്സിനൊക്കെ ഞാൻ രൂപീകരിച്ച് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ക്ലബ്ബ് എന്ത് ചെയ്യാണ്? ഈ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു കാര്യം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണം. അവരതിന് എന്ത് തരുന്നുണ്ട്? ഒരു കൺസിഡറേഷൻ തരുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇത് എന്താവുന്നത്? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ സെക്ഷൻ 7(1)A-കകത്ത് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കി നോക്കാം. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് ബി. ഈ സബ് ക്ലോസ് ബിക്കകത്ത് പറയുന്ന ഒരു കാര്യം, അതും എന്താണ്? സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സപ്ലൈയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വായിച്ചു നോക്കേ. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത്, അമേരിക്കയിൽ നിന്നോ ലണ്ടനിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതെന്താണ്? സപ്ലൈ ആണ്. ആ എപ്പോ മാത്രമേ സപ്ലൈ ഉള്ളൂ? ഫോർ എ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്? വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അത് ബിസിനസ് പർപ്പസിന് ആവണം എന്ന് ഒരു നിർബന്ധമല്ല. എന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സർവീസ് ഇമ്പോർട്ട് ചെയ്താലും അത് എന്താണ്? നമുക്ക് സെക്ഷൻ 7(1)B-കകത്ത് അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലാടാ? എന്താ പറഞ്ഞേ? സർവീസ് ഇമ്പോർട്ട് ചെയ്യാണ്, നോട്ട് ഗുഡ്സ്, സർവീസ് ആണ്. ഫോർ എ കൺസിഡറേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം.
വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസ് പർപ്പസിന് അല്ലെങ്കിലും ഇനി പേഴ്സണൽ പർപ്പസിനാണ് ഞാനത് സർവീസ് ഇമ്പോർട്ട് ചെയ്തതെങ്കിലും എന്താണ് നമുക്ക് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ ഡെഫിനിഷനകത്ത് എന്താ പറഞ്ഞത്? ഗുഡ്സ് ആയിരിക്കണം, സർവീസ് ആയിരിക്കണം, അത് എന്തായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ബിസിനസ് പർപ്പസിനായിരിക്കണം, എന്നാൽ മാത്രമേ സപ്ലൈ ആവുള്ളൂ എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു പോയിന്റ്. ഇതിനകത്ത് എന്താ പറയുന്നത്? സെക്ഷൻ 7(1)(b)ക്കകത്ത് പ്രത്യേകം പറയാണ്, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ്. എന്താ ഇമ്പോർട്ട് ചെയ്യുന്നത്? സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബിസിനസ് പർപ്പസിനല്ല എങ്കിൽ കൂടി അതെന്താണ്? അത് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അവിടെ GST നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെന്റിലോട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? പറഞ്ഞു മനസ്സിലായോ? ഞാൻ അതിന് കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അവിടെ ഇവിടെ നോക്കി സെക്ഷൻ 7(1)(b)ക്കകത്ത് പറഞ്ഞ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ കൺട്രി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എവിടുന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? UK നിന്നാണ്. UK നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺസിഡറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പർപ്പസ് എന്താണ്? ബിസിനസ് പർപ്പസിനാണോ പേഴ്സണൽ ആണോ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സർവീസ് ആണോ ഗുഡ്സ് ആണോ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ നോക്കിയത് എന്താ പറയുന്നത്? ഇതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത്. ഇതാണ് എന്ത്? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. നമ്മൾ എവിടുന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? UK നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? UK നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് 1 lakh rupees കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? സർവീസ് ആണ്. അവിടെ ഇവിടെ നോക്കി, നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ? ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? സർവീസ് ആണ്. കൺസിഡറേഷൻ കൊടുക്കുന്നില്ല? ഉണ്ട്. 1 ലക്ഷം രൂപ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? UK നിന്നാണ്. ഓക്കെ, എന്താണ്? സർവീസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് പർപ്പസിനാണോ അല്ലേ എന്നുള്ളത് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്താണ്? നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇത് സപ്ലൈ ആണ് എന്നുള്ളത് ഷുവർ ആക്കാം. ഉറപ്പല്ലേ? ഇനി രണ്ടാമത്തെ നോക്കണം. രണ്ടാമത്തെ എന്താ? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആണ്. UK നിന്നാണ്, സർവീസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് പർപ്പസിനാണ്? ഫാമിലിയിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ആണ്. ഞാൻ അമേരിക്കയിൽ നിന്ന് അല്ല UK നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അതെന്താണ്? സപ്ലൈ ആണ്. മനസ്സിലായോ? അത് നമ്മൾ ബിസിനസ് പർപ്പസിന് അല്ലെങ്കിൽ കൂടെ എന്താണ്? സപ്ലൈ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അടുത്തൊരു പോയിന്റ് നോക്കണം. മൂന്നാമത്തെ, സർവീസ് ചെയ്യുന്നത് എവിടുന്നാണ്? UK നിന്നാണ്. സർവീസ് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ടാണ്. കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഫ്രീ ആയിട്ടാണ്. ഇപ്പൊ എന്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ആവും, ഞാൻ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാണ്, കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. അവിടെ ഇത് സപ്ലൈ ആവില്ലേ? നമ്മുടെ കണ്ടീഷൻ നോക്കണം. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഇതെന്തായി വരത്തില്ല? സെക്ഷൻ 1(b)ക്കകത്ത് ഇത് സപ്ലൈ ആയി വരത്തില്ല. ഇതെന്താണ്? നോട്ട് സപ്ലൈ ആണ്. മനസ്സിലായോ? ഇതെന്താകത്തില്ല? സപ്ലൈ അല്ല. എന്തുകൊണ്ടാ? കൺസിഡറേഷൻ ഇല്ല. അതുകൊണ്ട് ഇത് സെക്ഷൻ 7(1)(b)ക്കകത്ത് ഇത് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇനി നാലാമത്തെ ഒരു പോയിന്റ് കൂടെ നോക്കണം. എക്സാമ്പിൾ, UK നിന്നാണ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. UK നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. കൺസിഡറേഷനും കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ പർപ്പസ് ആണ്, അത് ഓക്കെ. ബിസിനസ് പർപ്പസിനാവണമെന്നില്ല. പക്ഷെ സർവീസ് ചെയ്യുന്ന അല്ല, ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഗുഡ്സ് ആണ്. അപ്പൊ ഈ ഒരു ഡെഫിനേഷനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആയിരിക്കണം, നോട്ട് ഗുഡ്സ്. ഓക്കെ, അപ്പോ ഇതെന്താവത്തില്ല? ഇത് സെക്ഷൻ 7(1)(b)ക്കകത്ത് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ല. അവിടെ ഇപ്പോ എല്ലാവർക്കും മനസ്സിലായോ ഇതിനകത്ത് പറയുന്ന ഈ ഒരു ഡെഫിനിഷൻ എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ളത് മനസ്സിലായോ? ഇങ്ങനെ ഈ ഒരു 2 പോയിന്റ് നമ്മൾ നോക്കിയാൽ മതി. ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ് ആയിരിക്കണം, കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ബിസിനസ് പർപ്പസിനോ പേഴ്സണലിയോ എന്തായിക്കോട്ടെ, അത് വിഷയമല്ല. ഈ ഒരു 2 കണ്ടീഷനാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ പറയുന്ന കാര്യം എന്താണ്? സപ്ലൈ ആണ്. അപ്പൊ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു പിടുത്തം കിട്ടിയില്ലേ എന്താണ് സംഭവം എന്നുള്ളത്?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇപ്പോ നമ്മൾ സെക്ഷൻ 7, ഇപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? സെക്ഷൻ 7(1)(a) പഠിച്ചു. മെയിൻ ഡെഫിനിഷൻ ആണ്, സപ്ലൈയുടെ മെയിൻ മീനിങ് ആണ് അതിനകത്ത് വരുന്നത്. പിന്നെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1(a) പഠിച്ചു. എക്കകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ക്ലബ്ബ് ഇൻഡിവിജ്വൽ അല്ലാത്ത ഒരു പേഴ്സൺ അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? മൂന്നാമത്തെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1(b) ആണ് പഠിച്ചത്. സർവീസ് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ് പർപ്പസിന് ആയിക്കോട്ടെ ആവാതിരുന്നോട്ടെ, കൺസിഡറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വരുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1(c). ഈ സബ്സെക്ഷനകത്ത് 4ാമത്തെ ലാസ്റ്റ് സബ് ക്ലോസ് ആണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ പഠിച്ച എല്ലാ പോയിന്റിലും നമ്മൾ പറയുന്നുണ്ട് കൺസിഡറേഷൻ കൊടുത്താൽ മാത്രമേ എന്താവത്തുള്ളൂ? അത് സപ്ലൈ ആവത്തുള്ളൂ എന്ന് 3 പോയിന്റിൽ നമ്മൾ പഠിച്ചില്ലടാ. ഇതിൽ പഠിച്ചു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇതിൽ പറഞ്ഞു വാല്യൂബിൾ കൺസിഡറേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഇതിലും 1ാമത്തെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞില്ലടാ കൺസിഡറേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇങ്ങനെ സപ്ലൈ ആണോ അവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്ന് ഈ 3 സബ് ക്ലോസിനകത്ത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഈ സബ് ക്ലോസ് ഇല്ലേ, ഏതാണ്? സെക്ഷൻ 7(1) ലാസ്റ്റ് സബ് ക്ലോസ് സി. ഞാൻ ക്ലാസ്സിൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് 3 ഷെഡ്യൂൾ പഠിക്കാനുണ്ട്. അതിൽ 1ാമത്തെ ഷെഡ്യൂള് ഈ സബ് ക്ലോസ് സി ആണ് പറയുന്നത്, ഷെഡ്യൂൾ 1. ഇതിനകത്ത് പറയുന്നത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടി ഇതെന്താണ്? നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും സെയിൽ നടത്തി, അതിന് കൺസിഡറേഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലും അതെന്താണ്? നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ആ ഒരു സപ്ലൈനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീംഡ് സപ്ലൈ എന്ന് പറയാം. ഷെഡ്യൂൾ 1 ആണ് ഇത് അറിയപ്പെടുന്നത്. ഷെഡ്യൂൾ 1-നകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഡീംഡ് സപ്ലൈ ആണ്. കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഇതെന്താണ്? നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഡീംഡ് സപ്ലൈ പോലെ നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. അതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് ഒന്നുകൂടെ നോട്ട് ചെയ്ത് പോവാം. ഇതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ചെറിയ ചെറിയ നോട്ട്സ് ആക്കി നിങ്ങൾ പോയിന്റ് എഴുതി വെക്കുക. ഈ കൺസിഡറേഷനകത്ത് ഇത്ര കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ്, മണി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുക. ഈ പറയുന്ന കീവേഡ്സ് ഇല്ലേ, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. എന്നിട്ട് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് പ്രിഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ അതിലോട്ട് ഇറങ്ങി ചിന്തിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡീംഡ് സപ്ലൈ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സപ്ലൈ ആയിട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലടാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡീംഡ് സപ്ലൈ പഠിക്കാം. ഓക്കെ, ബൈ.